ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മോസ് ഗാർഡനാണ്. ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ചിരട്ടയിലാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് താഴെ ഒരു അടപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യിൻ്റെയൊക്കെ അടപ്പുണ്ടാവില്ലേ, അതാണ് ഇതിന് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തൊടിയിലുള്ള മണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കരിയോ അല്ലെങ്കിൽ കല്ലൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പായലും അതുപോലെ തന്നെ ഫേണുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ കല്ല് വെച്ചിട്ടുണ്ട്. കല്ലെന്ന് പറയുമ്പം സിമെൻറ്റിൽ വേസ്റ്റ് വന്നതാണ്. അപ്പോൾ 2-3 കല്ലുകൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു പാറ പോലെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 വുഡൻ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വീട് പോലെ വെക്കാൻ തോന്നിയുകൊണ്ട് അതും എടുത്തിട്ടുണ്ട്. അത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ വുഡൊക്കെ ഒട്ടിക്കൂലേ, ആ ഒരു ഫെവിക്കോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് അക്രിൽ കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ താഴെ നമ്മൾ കല്ലോ കരിയോ ഒന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ഇതിന് അത്യാവശ്യം വെള്ളം വേണം, പക്ഷേ ഓവറായി പോകാനും പാടില്ല. നനയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത്യാവശ്യം വെളിച്ചമുള്ള ഭാഗങ്ങളിലൊക്കെ വെക്കാൻ നോക്കുക. പിന്നെ നമ്മളെ വീട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ കല്ലുകളാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ മണലിൽ നിന്ന് പെറുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വെള്ള കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മണലിലുള്ള കല്ലുകൾ പെറുക്കിയെടുത്തത്. അപ്പോൾ അതിങ്ങനെ വഴി പോലെ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മോസ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പായൽ കൂടുതലായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൂടെ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ താങ്ക് യു.